ഹായ് എവരി വൺ. 2026 ജൂലൈ 18 നടക്കാനിരിക്കുന്ന 10th പ്രിലിംസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ SCRT പഠിക്കേണ്ടത് നിർബന്ധമാണ്. ഇപ്പോൾ PSC ഇന്ന് പഴയ പോലെയല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. കൂടുതലും SCRT റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കുന്നത്. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് SCRT ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്കോർ തന്നെ നേടാനായിട്ട് കഴിയും. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സിലബസ് ബേസ്ഡ് SCRT ചാപ്റ്റേഴ്സ് ഏതെല്ലാമാണെന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ജോഗ്രഫി, കേരള ഹിസ്റ്ററി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതുമായി ബന്ധപ്പെട്ട SCRT ചാപ്റ്റേഴ്സുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്ത്യൻ ഭൂമിശാസ്ത്രം. ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് 7 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇത് ക്ലാസ് 7 ഒരു ചാപ്റ്ററാണ്. ഇനി 5 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ലോകത്തിന്റെ നെറുകയിൽ, വിശാല സമതല ഭൂവിൽ, ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി, മണലാരണ്യത്തിലൂടെ, തീരങ്ങളിലൂടെ. ഈ 5 ചാപ്റ്റേഴ്സും നമ്മുടെ ക്ലാസ് 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റേഴ്സ് ആണ്. അതുപോലെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ഇന്ത്യയാണ്. ഈ ഒരു 9th ഈ 5 ചാപ്റ്റേഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ 10th ഈ ഒരു ചാപ്റ്റർ വായിക്കാവുന്നതാണ്. ഇത് സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ വായിക്കാം. ഇതൊരു ഓൾഡ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ കൂടിയാണ്. നിങ്ങൾക്ക് SCRT ചാപ്റ്റേഴ്സ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് അറിയാലോ. നമ്മുടെ സമഗ്ര സൈറ്റിൽ തന്നെ എല്ലാ ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഇതെല്ലാം വായിക്കാം. ഇനി നെക്സ്റ്റ് വൺ, സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിലെ ചാപ്റ്റേഴ്സുകളാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന ടോപ്പിക്കിൽ 2 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഇന്ത്യയുടെ വർത്തമാനവും ജനാധിപത്യം ഒരു ഇന്ത്യൻ ആമുഖം. ഇത് രണ്ടും 10th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സുകളാണ്. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് 10th പ്രിലിംസിനുള്ള പോർഷൻസുകൾ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 6 ചാപ്റ്റേഴ്സുകളാണ് ഉള്ളത്. അതിൽ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും 8th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കാണ്. ഇനി ഭരണഘടന ഒരു മുഖവുര എന്ന് പറയുന്നത് 6th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമുള്ളതാണ്. ഇനി ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്നത് 7th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്ററാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, അതുപോലെ ജനാധിപത്യത്തിന്റെ വ്യാപനം, സ്ഥാപനങ്ങളിലൂടെ ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്, ഇതെല്ലാം തന്നെ 9th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സുകളാണ്. ഇത്രയും ചാപ്റ്റേഴ്സുകൾ പഠിച്ചാൽ ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ നിന്നും മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കേരള ഭൂമിശാസ്ത്രമാണ്. കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്നും 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് SCRT റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ ക്ലാസ് 5th നിന്നും വരുന്ന 5th സ്റ്റാൻഡേർഡിൽ നിന്നുമുള്ള നാടറിയാം, അതുപോലെ 8th സ്റ്റാൻഡേർഡിൽ നിന്നുമുള്ള നട്ടുനനയ്ക്കാം നന്മകൾ ചെയ്യാം. ഈ 2 ചാപ്റ്റേഴ്സ് ആണ് കേരള ഭൂമിശാസ്ത്രം. അപ്പോൾ കേരള ഭൂമിശാസ്ത്രം ഈ ചാപ്റ്റേഴ്സിൽ നിന്നും പുറമേ നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടിട്ടും അതുപോലെ തന്നെ റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ടും പഠിക്കാവുന്നതാണ്. ഇനി കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് 4 ചാപ്റ്റേഴ്സുകളാണുള്ളത്. കേരളം ആധുനികതയിലേക്ക്, ഇത് നമ്മുടെ 10th സ്റ്റാൻഡേർഡിലെ ഓൾഡ് ടെക്സ്റ്റ് ബുക്കാണ്. ഇത് ഓൾഡ് ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക. അപ്പോൾ ആദ്യം ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറഞ്ഞാൽ 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ വായിക്കുക. അതുപോലെ തന്നെ നവകേരള സൃഷ്ടിക്കായി അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, ഇത് രണ്ടും 7th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമുള്ളതാണ്. ഈ ചാപ്റ്റേഴ്സ് വായിച്ച് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓൾഡ് ടെക്സ്റ്റിലെ കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്റർ കൂടെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ SCRT ഇത്രയും ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ നിന്നും നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനി SCRT റിലേറ്റഡ് ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സസ് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.